നമസ്കാരം. അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തിൽ നിലപാടുമയപ്പെടുത്തിയിരിക്കുകയാണ് RSS. രാമക്ഷേത്രം 2025-ൽ നിർമ്മിച്ചാൽ മതി എന്ന് RSS ജനറൽ സെക്രട്ടറി ഭയ്യാജി ജോഷി പ്രതികരിച്ചു. രാമക്ഷേത്ര നിർമ്മാണം 2025-ൽ പൂർത്തിയാകുന്നതോടുകൂടി രാജ്യത്തിന്റെ വളർച്ചയുടെ വേഗത വർദ്ധിക്കും. 1952-ൽ ഗുജറാത്തിൽ സോമനാഥ് ക്ഷേത്രം നിർമ്മിച്ചപ്പോൾ ഉണ്ടായതുപോലെ ആയിരിക്കും ഇത് എന്നാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. അടുത്ത 150 വർഷത്തിൽ രാമക്ഷേത്രം രാജ്യത്തിന് മുതൽക്കൂട്ടാകുമെന്നും ഉത്തർപ്രദേശിൽ കുംഭമേളയോടനുബന്ധിച്ചുള്ള പരിപാടിയിൽ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രസംഗിക്കുകയായിരുന്നു. യുദ്ധം ഇല്ലാതിരുന്നിട്ടും രാജ്യത്ത് ഏറെ സൈനികർ കൊല്ലപ്പെടുന്നതിലും RSS എതിർപ്പ് അറിയിച്ചു. തൊഴിലില്ലായ്മയും വിലക്കയറ്റവും പരിഹരിക്കപ്പെടുന്നില്ലെന്നും RSS വിമർശനം ഉന്നയിച്ചു. അയോധ്യയിൽ മാത്രമായിരിക്കും ക്ഷേത്രം ഉയരുക എന്ന് RSS മേധാവി മോഹൻ ഭാഗവതും കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. രാമനിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, മാറ്റത്തിനായി സമയമെടുക്കില്ലെന്നും മോഹൻ ഭാഗവത് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. സുപ്രീം കോടതി തീരുമാനം വരുന്നതുവരെ രാമക്ഷേത്ര നിർമ്മാണത്തിൽ കാത്തിരിക്കുമെന്നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്തിടെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. സുപ്രീം കോടതി വിധിക്കു ശേഷം മാത്രമായിരിക്കും വിഷയത്തിൽ ഓർഡിനൻസ് ഇറക്കണോ എന്ന് തീരുമാനിക്കുക എന്നും പ്രധാനമന്ത്രി നിലപാടെടുത്തിരുന്നു. എന്നാൽ ഇതിനു പിന്നാലെ പ്രധാനമന്ത്രിക്ക് മറുപടിയുമായി RSS രംഗത്തെത്തുകയായിരുന്നു. 2014-ൽ അധികാരത്തിലേറുമ്പോൾ മോദി സർക്കാർ രാമക്ഷേത്രത്തിനായി സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് പ്രതികരിച്ചിരുന്നു. ഈ വാഗ്ദാനം സർക്കാർ നടപ്പാക്കും എന്നാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്നും RSS വ്യക്തമാക്കി. അതേസമയം രാമക്ഷേത്രത്തിനായി നിയമനിർമ്മാണവുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകണം എന്നാണ് VHPയുടെ നിലപാട്. ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളും ആസൂത്രണങ്ങളും പിന്നീട് തീരുമാനിക്കും. സർക്കാരിന് മുന്നിൽ ഇപ്പോഴും സമയമുണ്ടെന്നും VHP നേതാവ് അലോക് കുമാർ പ്രതികരിച്ചു. അയോധ്യയിൽ രാം മന്ദിറിന്റെ നിർമ്മാണം 2025ഓടെ പൂർത്തിയാക്കണമെന്നാണ് RSS നേതാവ് ഭയ്യാജി ജോഷി ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രയാഗ്രാജിലെ കുംഭമേളയോടനുബന്ധിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം. 2025ഓടുകൂടി രാമക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കി കഴിഞ്ഞാൽ വരുന്ന 150 വർഷത്തോളം രാജ്യം പുരോഗതിയുടെ പാതയിലായിരിക്കുമെന്നാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പായി രാമക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കണം എന്ന സമ്മർദ്ദം കേന്ദ്രത്തിനുമേൽ RSS ചെലുത്തില്ല എന്നാണ് പ്രസ്താവന നൽകുന്ന സൂചന. BJP കൺവെൻഷനിലടക്കം നരേന്ദ്രമോദിയും അമിത്ഷായും രാമക്ഷേത്രത്തിന്റെ കാര്യത്തിൽ നടത്തിയ പ്രസ്താവനകൾ RSSനെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലായിരുന്നു. എന്നാൽ സുപ്രീം കോടതിയിൽ നിന്നും അയോധ്യ കേസ് വിധി വരുന്നതുവരെ രാമക്ഷേത്ര നിർമ്മാണ വിഷയത്തിൽ പ്രതികരിക്കില്ലെന്ന് പ്രധാനമന്ത്രിയും വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇതായിരിക്കും RSSനെ നിലപാടുമയപ്പെടുത്തുന്നതിലേക്ക് നയിച്ചത് എന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുമെന്ന പ്രഖ്യാപനത്തോടെയായിരുന്നു BJP ദേശീയ കൗൺസിലിന് തുടക്കം കുറിച്ചിരുന്നത്. അയോധ്യയുടെ പുണ്യഭൂമിയിൽ തന്നെ ക്ഷേത്രം നിർമ്മിക്കാനാണ് BJPയുടെ തീരുമാനം. അയോധ്യ പ്രശ്നത്തിൽ സുപ്രീം കോടതിയിലെ കേസ് എത്രയും വേഗം തീർപ്പാക്കണം എന്നാണ് BJP ആഗ്രഹിക്കുന്നതെന്നും എന്നാൽ കോൺഗ്രസ് നടപടികൾ വൈകിപ്പിക്കുകയാണെന്നാണ് പ്രതിനിധി സമ്മേളനത്തിലെ ആമുഖ പ്രസംഗത്തിൽ പാർട്ടി അധ്യക്ഷൻ അമിത്ഷാ പ്രതികരിച്ചത്. RSSും സംഘപരിവാർ സംഘടനകളും രാമക്ഷേത്ര നിർമ്മാണത്തിന് സമ്മർദ്ദം ശക്തമാക്കുന്നതിനിടെയാണ് BJP അധ്യക്ഷന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. അത്യാവശ്യത്തോടെ കരഘോഷം മുഴക്കി പ്രവർത്തകർ പ്രഖ്യാപനത്തെ വരവേൽക്കുകയായിരുന്നു. ഈ മാസം ഒടുവിൽ പ്രയാഗ്രാജിൽ കുംഭമേളയോടനുബന്ധിച്ച് ചേരുന്ന മത പാർലമെന്റ് ക്ഷേത്ര നിർമ്മാണ പ്രക്ഷോഭത്തിന് രൂപം നൽകാനിരിക്കുകയാണെന്നും സുപ്രീം കോടതിയിൽ തീരുമാനം ഉണ്ടാകും മുൻപ് രാമക്ഷേത്ര നിർമ്മാണവുമായി മുന്നോട്ട് പോകില്ല എന്നുമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ വെളിപ്പെടുത്തിയിരുന്നത്. എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള നീക്കത്തിൽ ഭൂരിപക്ഷ സമുദായത്തിന്റെ താൽപര്യങ്ങൾ അവഗണിക്കുന്നു എന്ന പരാതിയും പാർട്ടിയിലും സംഘപരിവാറിലും ഉയർന്നിരുന്നു. ഭരണം കിട്ടിയപ്പോൾ പ്രധാനമന്ത്രിയും BJPയും അടിസ്ഥാന പ്രശ്നങ്ങൾ അവഗണിക്കുന്നു എന്ന കുറ്റപ്പെടുത്തലും ശക്തമാണ്. എന്തായാലും രാമക്ഷേത്രം 2025-ൽ നിർമ്മിച്ചാൽ മതി എന്നാണ് RSS ജനറൽ സെക്രട്ടറി ഭയ്യാജി ജോഷി ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. നാഷണൽ ഡെസ്ക്, മറുനാടൻ TV.